ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇങ്ങനെ ഇരിക്കുന്നു, വീഡിയോ ഒന്നും ചെയ്യണ്ടേ? ഇന്നൊന്നും കണ്ടിട്ടില്ല അല്ലേ? ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കും എന്തെങ്കിലും ചെയ്യണം, പക്ഷെ അതിനൊരു മൂഡ് കിട്ടുന്നില്ലപ്പാ. മൂഡ് കിട്ടുന്നില്ല എന്നാ വീഡിയോ ചെയ്യാനാ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ? ഞാൻ ഇന്നലെ ഉണ്ടല്ലോ, കുറച്ച് ദിവസമായി, 2-3 ദിവസമായി നമ്മളെ യൂട്യൂബിൽ ഇപ്പം ട്രെൻഡെല്ലാം കഴിഞ്ഞൊന്നും തോന്നുന്നു. അതിൻ്റെ ചെമ്പരത്തി ചായ ആക്കുന്നത് കണ്ടു. പക്ഷെ എനിക്ക് ചെമ്പരത്തി ചായ കുടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. നീ അല്ലേ എനിക്ക് ഉപ്പാക്കി തരുന്നത്? നീ എനിക്ക് ചെമ്പരത്തി ചായ ആക്കി തരുവാ? എന്താ നീ ചിരിക്കുന്നത്? ചെമ്പരത്തി ഇല്ലടാ. അത് നീ പേടിക്കണ്ട. സംഭവം ഞാൻ വരുന്നതായിക്കേ അപ്പുറത്തെ നമ്മളെ ആഴ്ചയുടെ വീടില്ലേ, ആടെ ഞാൻ ചെമ്പരത്തി കണ്ടിട്ടുണ്ട്. 4-5 ചെമ്പരത്തി കണ്ടിട്ട് നമുക്ക് ആരും കാണാണ്ട് ഒരു പെരുക്കാം. ഇപ്പൊ ചെമ്പരത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അവര് ഈ വീഡിയോ കാണണം കേട്ടാ. അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാലോ ഇന്നാവശ്യത്തിനാണ്. നിങ്ങളെ വീട് നിങ്ങളെ കയ്യാലും ഫേമസ് ആവും നമുക്ക് പറയാം. സെറ്റ്. അപ്പൊ നീ എനിക്ക് ആക്കി തരില്ലേ? ആക്കി തരാം. അപ്പൊ നമുക്ക് ചെമ്പരത്തി ചായ ആക്കി നോക്കാം. നമ്മ ചെമ്പരത്തി പറിക്കാനായി പോകുന്നത്. ചെമ്പരത്തി അവിടെ ഉണ്ടോന്നറിയില്ല, പോയിട്ട് നോക്കിയിട്ട് വരാട്ടാ. നമ്മള് വലിയ ആളെ പോലെയെല്ലാം പോകുന്നുണ്ട്. ചെമ്പരത്തി ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അന്ന് കണ്ട ചെമ്പരത്തിയാന്ന്. ഉണ്ടാ ആണോ? നടന്നോ. ചെമ്പരത്തി പറിക്കാനില്ലേ ആവേശത്തിൽ പോവേന്ന്. അതും ആരോ വീട്ടിലത് ആരോ ചെമ്പരത്തി. ചെമ്പരത്തി കണ്ടിട്ടാ നമ്മള് ചെമ്പരത്തി ചായ ആക്കാൻ വേണ്ടി പറഞ്ഞു. എന്റെ വീട്ടിൽ ചെമ്പരത്തി ഉണ്ട്. ഇനിയിപ്പോ അവിടെ നിന്ന് പറിച്ചിട്ട് വരാനൊന്നും കഴിയില്ലല്ലോ. ഞാൻ അതാടാ, നീ എവിടെയാണ്ടേ? ഓള് എല്ലാ ആളെ പോലെ പോകുന്നുണ്ടേ. ആ വീട്ടിന്റെ സൈഡ് അറിയില്ല, കാണാണ്ട് പറിച്ചോ. ആ നമ്മളെ അയൽവാസിയല്ലേ. അപ്പൊ ചെമ്പരത്തി ഇട്ടിട്ടുണ്ടല്ലോ വിസ്മയ. നമ്മൾ ചെമ്പരത്തിയും പറിച്ച് ആടുന്നൊന്നും മിണ്ടിയിട്ടാ വേഗം വീട്ടല്ലേ. കാരണം വരെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നില്ല. നമ്മൾ പറ്റൊന്നുമില്ല, പറിക്കാനാ വന്നിനിന്ന്. നല്ല വെയിലും നല്ല വെയില്. അപ്പൊ നമുക്ക് ചെമ്പരത്തി ചായ ആക്കുന്നതിന് കാണാം കേട്ടോ. അപ്പൊ നമ്മളെ സാധനം ഇൻഗ്രീഡിയൻസും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. തരയാട്ടി ചെമ്പരത്തിയാ വേണ്ടേ? ചെമ്പരത്തിക്ക് ഈ 5 തളിലെ ചെമ്പരത്തി എടുക്കാൻ പാടുള്ളൂ കേട്ടാ. ഇത് എത്ര 5 തള തന്നെ. അതെയാ? എനിക്കറിയില്ല കേട്ടാ. ഈ ചായ ഇതാണ് ചായ വെക്കാൻ വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ചെമ്പരത്തിക്ക് എന്തെല്ലാം ഗുണങ്ങളിലില്ലേ, അത് ഇതിനൊന്നും മെയിനായിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയാം ദൈവത്തിനത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ കുയിലായി പോയി ഇവക്ക് എവിടെയെങ്കിലും സീറ്റ് തന്നെ ഇരിക്കണം, എവിടെ പോയാലും ഇരിക്കണം. എന്നിട്ട് 1 മണി എടുക്കാനാണ്. ദോശ ചുടുമ്പോ ഇരുന്നിട്ടേ ദോശ ചുടും. പറഞ്ഞിട്ടല്ലോ മാറ്റാൻ പറ്റില്ല. അതിൽ കിടക്കണ്ട. എനിക്ക് ഫുൾ ടൈം ഉറക്കാം. അതെ എന്നെ ഫുൾ ടൈം ഉറക്കാനാക്കുന്നതാണ്. ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ഉറങ്ങും. ഫുഡൊന്നും വേണമെന്നില്ല, വേണം പട്ടിണിയിലും കിടക്കും. എനിക്ക് ഉറങ്ങാനാണ് ഏറ്റവും ഇഷ്ടം. സ്കൂളില്ലാത്ത ടൈമില് ഉറക്കാം. ഇവിടെ വിളിക്കണ്ട വീഡിയോ എടുക്കാൻ. ഞാൻ ഉറങ്ങി വൈകുന്നേരം വരാം. വൈകുന്നേരം ആദ്യം വിളിക്കും. ഞാൻ എണീക്കണത്രേ. അവസ്ഥ. അപ്പൊ നമുക്ക് ചെമ്പരത്തി ചായ ആക്കാൻ കുറെ നേരം പറഞ്ഞു. ചായ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ആവശ്യത്തിനുള്ള വെള്ളം. അതായത് നമുക്ക് രണ്ടാക്കലേക്ക് ചായ വേണ്ടു. കുറേ ഒന്നും ആക്കിയൊന്നും വേണ്ട. നമുക്ക് രണ്ടാക്കാൻ വേണ്ട മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ ഞാൻ തണുപ്പിനുള്ള വെയിറ്റ് ചെയ്യണ്ടേ? വെയിറ്റ് ചെയ്യണം. നമ്മളെ ചായക്ക് വെച്ച വെള്ളം തിളച്ചു. അതിലേക്ക് ചെമ്പരത്തി ഇട്ട് കൊടുക്കാം. ചെമ്പരത്തി എല്ലാം വേണം അല്ലേ? 3 ഇടാം. കുറച്ച് കളറായിക്കോട്ട്. 3 ചെമ്പരത്തി ഇട്ട് കൊടുത്തു. അതിൽ ചായപ്പൊടി ഇടണം. കുറച്ചൊന്ന് തിളക്കട്ടെ. ചായപ്പൊടി ചെമ്പരത്തി ചായക്കാല ചായക്കാ എനിക്ക്
എങ്ങനെയാക്കുണ്ടായാലേ ചായപ്പൊടി ഇടുന്നുണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല. വെറുതെ ആണ് കേട്ടാ. എന്നാലും പഞ്ചസാര ഉണ്ട്. എന്നാ തിളക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇട്ടോ. എന്നാ പിന്നെ അത് നമുക്ക് സ്പൂൺ ഇട്ടാൽ ആവശ്യമില്ല. തിളക്കുമ്പോൾ തന്നെ കുറച്ചിട്ടാ മതിട്ടാ. അധികം പഞ്ചസാര വെച്ച് പിന്നെ ഇതാക്കി കൊണ്ടിട്ടുണ്ട് ചായ. നമ്മളെ ചെമ്പരത്തി ചായ തിളച്ചു. പഞ്ചസാര ഇടാം. എന്തെങ്കിലും കഥ കേട്ടാലുള്ള അവസ്ഥയാണ് അല്ലേ? നമ്മളെ ചെമ്പരത്തി ചായ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കളറെല്ലാം ആയിട്ടുണ്ട് അല്ലേ? നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി ഈ ആയിട്ടേ ഓഫ് ചെയ്യാലോ. എന്നാ ഇത് ഓഫ് ചെയ്യാം. നമുക്ക് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റിലും വേണോ? ആ ഗ്ലാസ്സിൽ കഴുകിയെടുക്കുന്ന ആ ഒരു ടൈം. എന്നാ ഓക്കെ. അപ്പോൾ ഈ ഗ്ലാസ്സിൽ സെറ്റ് ആക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ചായ കുടിക്കുന്ന വീഡിയോ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചെമ്പരത്തി ചായ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഗ്ലാസ്സിലേക്ക് വയ്ക്കാം. നല്ല കളറുണ്ട് കേട്ടോ. ഇത് ചുവപ്പല്ല, എന്ത് വയലറ്റ് കളർ അല്ലേ? വയലറ്റ് കളർ തന്നെയാ ഉണ്ടാവില്ല. ഈ ചുവപ്പാ നീ ഒന്നാക്കിനാ ഇതുപോലെ? പക്ഷേ ഇത് നമ്മൾ 3 ചെമ്പരത്തി ഇട്ടില്ലേ, കുറച്ച് ചായ വെള്ളം കുറച്ചല്ലേ വെച്ചിട്ടില്ലോ, അതായിരിക്കും അല്ലേ? അതായിരിക്കണം. എന്തായാലും കുടിച്ചു നോക്ക്. കുറച്ചും കൂടി മധുരം ഇട്ട സംഭവം ടേസ്റ്റ് ആവും അല്ലേ? ഞാൻ പറഞ്ഞു കുറച്ച് മധുരം കൊണ്ടുവന്നിട്ടാ. ഭയങ്കര അഡിക്റ്റാണ് സംഭവം. സെറ്റാണ്. ഞാനെന്നറിയാം വിചാരിച്ചു ഇങ്ങനെ താളിയാക്കൂലേ, ഞാൻ പശ പോലെ ഇങ്ങനെ വരുന്ന പോലെ. ഞാൻ അങ്ങനെ സത്യത്തിൽ വിചാരിച്ചു വെച്ചാൽ പഠിച്ച ചായ ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മളെ കട്ടൻ ചായൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലേ? കട്ടൻ ചായൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ചെയ്ത് നോക്കണേ. നല്ല രീതി ചെയ്തിട്ട് റസ്കും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കൂല്ലേ? എൻ്റെ വീട്ടിലുണ്ട്. നമുക്ക് അടുത്തേക്ക് ഒരു എടുത്തിച്ചേരാ. ഇപ്പം അവിടെ പോകുമ്പോഴേക്കും തണിഞ്ഞ് നല്ല രസമുണ്ട് കേട്ടോ. നല്ല സാധനമാണ്, നമ്മുടെ ശരീരത്തിന് നല്ലത് വന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.